നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ മണ്ടനാണോ അതോ അഹങ്കാരം കാണിക്കുന്നതാണോ എന്നാണ് എൻ്റെ സംശയം. ബേനസീർ ഭൂട്ടോയ്ക്ക് ഉണ്ടായിരുന്ന വിവരം പോലും മണ്ടൻ പുത്രനില്ലല്ലോ. പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്ന ബിലാവൽ ഭൂട്ടോ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ തന്നെ കാല് വാരുകയാണ്. കാണിച്ചു കൂട്ടുന്ന ഓരോ മണ്ടത്തരങ്ങളെ എന്താണെന്നല്ലേ? പാകിസ്ഥാൻ ഒരു ഭൂതകാലം ഉണ്ടെന്നത് രഹസ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അത്രേ. ഭൂട്ടോ പറഞ്ഞതാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലത്തിലും പാകിസ്ഥാന് ഒരു മാറ്റവും വന്നിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി, ലഷ്കർ ഇ തൊയ്ബ, ISIS, പാകിസ്ഥാൻ സൈന്യം എന്നിവയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തെളിവുകൾ മുന്നോട്ട് വച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങൾ. അല്ല, ഞങ്ങളൊന്നും ചെയ്തില്ല, ഇന്ത്യ വെറുതെ പറയുകയാണ് എന്നൊക്കെ വാദിക്കുന്ന പാകിസ്ഥാന് ബിലാവൽ ഭൂട്ടോ അഹങ്കാരം കാണിച്ച് അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ച് പാകിസ്ഥാനെ തന്നെ പ്രശ്നത്തിലാക്കുകയാണ്. ഇനി നമുക്ക് ഭൂട്ടോ പറഞ്ഞ ബാക്കി കാര്യമാണ് നോക്കേണ്ടത്. ഞങ്ങൾ മുജാഹിദീന് ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് കുറ്റസമ്മതമാണോ അതോ പശ്ചാത്താപമാണോ? പശ്ചാത്താപമാകാൻ ഒരു സാധ്യതയുമില്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, അതായത് കുറ്റസമ്മതം നടത്തിയിട്ട് ഭൂട്ടോ പറയുന്നത് കേട്ടോ, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചു എന്ന്. എന്തൊരു വിരോധാഭാസം! നിങ്ങൾ പാഠം പഠിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുമായിരുന്നില്ല. പാകിസ്ഥാൻ സമാധാനപരമായ രാജ്യമാണ്. പക്ഷേ ആരെങ്കിലും നമ്മുടെ സിന്ധുവിനെ ആക്രമിച്ചാൽ അവർ യുദ്ധത്തിന് തയ്യാറാകണം. അത് ശരി, സമാധാനപരമായ രാജ്യം പോലും ബലൂജികൾ അനുഭവിക്കുന്നത് അവർക്കറിയാം. സഹിക്കാൻ വയ്യാതെ അവർ പാകിസ്ഥാനെതിരെ ആക്രമണം പുറപ്പെടുവിച്ചത് നമ്മൾ കണ്ടതാണ്. ബലൂജികൾ പോലും ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ജനങ്ങൾക്ക് സ്വൈര്യം കൊടുക്കുന്ന രാജ്യമാണെന്ന് മനസ്സിലാക്കാമല്ലോ അല്ലേ? നമ്മളെ ചൊറിയാൻ വന്നിട്ട് നമ്മൾ തിരിച്ച് മാന്തിയപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല അത്രേ. ഈ കുറ്റസമ്മതം നടത്തിയിട്ടും ഇന്ത്യയോട് വ്യക്തമായ തെളിവുകൾ നൽകാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് നല്ല കഥ. കുറ്റം നമ്മൾ ചെയ്യും, അത് സമ്മതിക്കും, പക്ഷേ ഇന്ത്യ തെളിവ് തരണം. അതാണ് ബിലാവൽ ഭൂട്ടോയുടെ ന്യായം. തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ നൽകിയിരുന്നതായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫും നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും തങ്ങൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് പാകിസ്ഥാൻ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.